ഹായ് ഫ്രണ്ട്സ്, എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഓൾ ഓവർ ഡിസൈൻ ചെയ്യാം കേട്ടോ. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 1 hour കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. കുട്ടികളുടെ ഫ്രോക്കിലോ നമ്മുടെ യോക്ക് ഏരിയയിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഓൾ ഓവറായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ. നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ച് ചെറുതാണ് കേട്ടോ. ഈ രണ്ട് മെറ്റീരിയലും വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നല്ല റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5.5 ഇഞ്ച് ലെങ്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ് കേട്ടോ നെക്കിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളും ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ റൗണ്ട്സ് മാർക്ക് ചെയ്ത് ഒരു 7 പെറ്റൽ പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2-3 ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡൊക്കെ വെച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തത് നോക്കിയാലോ. സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് ഷുഗർ ബീഡ് എടുക്കുക. ഇടയ്ക്ക് 2-3 ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുത്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ ബ്രാഞ്ചസ് പോലെ 2 ഷുഗർ ബീഡും ഒരു ഗോൾഡൻ ബീഡും വെച്ച് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവുമേ. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫുള്ള് ചെയ്യേണ്ടത്. നമ്മുടെ ഡ്രസ്സിൻ്റെ യോക്കിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഈ ഫ്ലവർ വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. ഗോൾഡൻ ബീഡ് ഷുഗർ ബീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. വേറെ 1 മണിക്കൂറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നമുക്കിത് ജോർജറ്റിലോ കോട്ടണിലോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഈസി വർക്കാണ്. എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.